നമ്മൾക്കെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു സംവിധായകനും മിമിക്രി ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഗാനരചയിതാവുമാണ് നാദിർ ഷാ എന്ന് പറയുന്നത്. അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന ഒറ്റ ചിത്രത്തിലൂടെ തന്നെ മലയാള സംവിധാന ലോകത്തേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു നാദിർ ഷാ ചെയ്തിരുന്നത്. ആ ഒരു ചിത്രം ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വിജയം നേടുകയും സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒട്ടനവധി നേട്ടങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം 2016 ചെയ്ത കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറയുന്ന ചിത്രവും വളരെയധികം മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു. അതിനുശേഷം നാദിർ ഷാ ചെയ്ത ഒട്ടുമിക്ക സിനിമകളും വലിയ ഫ്ലോപ്പ് തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ 2026 ജനുവരി 23 നാദിർ ഷാ സംവിധാനം ചെയ്തിരുന്ന മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു ചിത്രം റിലീസ് ചെയ്തിരുന്നു. നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാം, ആ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് പലയിടത്തും വളരെ മോശം അഭിപ്രായം തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഈ മോശം അഭിപ്രായത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നാദിർ ഷാ. അതായത് നാദിർ ഷാ പറയുന്നത് ഇത്തരത്തിൽ പല ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ സിനിമയെക്കുറിച്ച് വളരെയധികം മോശം അഭിപ്രായങ്ങൾ പങ്കുവെക്കപ്പെടുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ സംഘടിതമായിട്ടുള്ള ഒരു നീക്കമുണ്ടെന്നുമാണ് നാദിർ ഷാ അഭിപ്രായപ്പെടുന്നത്. ജനുവരി 23 നാദിർ ഷയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മാജിക് മഷ്റൂം തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ചിത്രത്തിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനായിരുന്നു. സത്യം പറയാലോ, ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഈ ചിത്രത്തോട് അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നാദിർ ഷാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു വിമർശനത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. വിഷ്ണു ഉണ്ണികൃഷ്ണനെ നായകനാക്കി നാദിർ ഷാ സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് മാജിക് മഷ്റൂം. ജനുവരി 23 ചിത്രത്തിന്റെ റിലീസ്. മഞ്ചാടി ക്രിയേഷൻസിന്റെ ബാനറിൽ അഷ്റഫ് പിലാക്കൽ നിർമ്മിക്കുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരുന്നത് നവാഗതനായ ആകാശ് ദേവാണ്. ഇപ്പോൾ ഇതാ ചിത്രത്തിനെതിരായി കരുതിക്കൂട്ടിയ സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്ന് ആരോപണം ഉന്നയിക്കുകയാണ് സംവിധായകൻ നാദിർ ഷാ. ബ്ലോഗർമാരിൽ ചിലർ തുടർച്ചയായി ചിത്രത്തിനെതിരെ നെഗറ്റീവ് പറഞ്ഞ് കോണ്ടന്റ് ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. മറ്റ് അണിയറക്കാർക്കൊപ്പമുള്ള ഒരു തിയേറ്റർ വിസിറ്റിംഗിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നാദിർ ഷാ. നാദിർ ഷാ പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. സിനിമ മോശമാണെങ്കിൽ തിയേറ്ററിൽ പോകാൻ ധൈര്യം കാണിക്കില്ല ആരും. അത് അഭിനേതാക്കളാണെങ്കിൽ സാങ്കേതിക പ്രവർത്തകരാണെങ്കിലും ആരും തന്നെ അത്തരത്തിൽ സിനിമ കാണാൻ എത്തുകയുമില്ല. ഒരു സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും നായകനും നായികയും പ്രൊഡ്യൂസറും ഒക്കെ കൂടി ഒരു തിയേറ്ററിലേക്ക് ധൈര്യമായി പോകണമെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ പോവുള്ളൂ. അങ്ങനെ നമ്മൾ ചെല്ലുന്നു, അവിടെയെല്ലാം നല്ല പ്രതികരണങ്ങൾ ലഭിക്കുന്നുമുണ്ട്. മലബാർ ഏരിയയിലും കൊച്ചിയിലുമൊക്കെയുള്ള തിയേറ്ററുകളിൽ പോയതിന്റെ വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. ഈ സിനിമയെ കൊന്ന് കൊലവിളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. സാധാരണ എന്റെ അഭിപ്രായം ഇതാണെന്ന് പറഞ്ഞ് ഒരാൾ ഒരു സിനിമയെക്കുറിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണും. ഇത് തുടർച്ചയായി വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പുതിയ വീഡിയോ എറണാകുളം ഫോറം മാളിൽ പോയപ്പോൾ അവിടെ എന്തോ ഷൂട്ടിംഗ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. പിന്നീട് അയാൾ പറയുന്നു ഇന്നലെ മാജിക് മഷ്റൂമിനെതിരെ ഇട്ട റിവ്യൂവിന് ഭയങ്കര റീച്ച് ഉണ്ടെന്ന്. അതായത് പുള്ളി ഇതുകൊണ്ട് ജീവിക്കാനുള്ള തീരുമാനമാണ്. ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ എന്നാൽ പടം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ്. ഇന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കണം സിനിമയെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അതോടുകൂടി ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇത് ആ സിനിമയെ ആക്രമിക്കാനായി തുടർച്ചയായി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാശുണ്ടാക്കി തിന്നിട്ട് എന്ത് കാര്യമാണുള്ളത്? സിനിമ കൊള്ളില്ലെങ്കിൽ നമുക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷെ കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന് ഒരു ടാർഗറ്റ് തന്നെയുണ്ട്. ആരൊക്കെയോ ഏൽപ്പിച്ചിട്ട് അവർ എല്ലാം കൂടി ചെയ്യുകയാണ് എന്നാണ് നാദിർ ഷാ പറയുന്നത്. എന്നാൽ സിനിമ തിയേറ്ററിൽ കണ്ട പല ആളുകൾക്കും അത്ര മികച്ച അഭിപ്രായമൊന്നുമല്ലായിരുന്നു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്.